ഞാനിന്ന് രാവിലെ ടൗണിലേക്ക് പോവുക. അപ്പൊ അമ്പലത്തിൽ നിന്നുണ്ട് അമ്മ വരുന്നു. എന്നോട് പറഞ്ഞ സുകുമാര അടിപൊളി ഒരു പാട്ട് കേൾപ്പിക്കാണ്ട് എന്നെന്ന്. എന്ത് പാട്ടാ? എന്നോട് പറഞ്ഞു വാ നമുക്ക് ഇരുന്ന് പാടാ എന്നിട്ട് കേൾക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. എന്ത് പാട്ടാന്ന് എനിക്കറിയില്ല. എന്തോ ഒരു മുപ്പത്തിക്കൊരു ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അതെ, വയസ്സായാലേ നൊസ്സാവൂ, അല്ലാതെ എന്താ പറയപ്പതിന് അത്തുംപുത്തി എന്നൊക്കെ പറയില്ലേ. അല്ലാതെ ഒന്നും പറയല്ല. നിന്റെ അമ്മ പഴയ കാലത്ത് നല്ലൊരു കലാകാരിയായിരുന്നു. നല്ല വായന ഉണ്ടായിരുന്നു, സംഗീതം ആസ്വദിക്കും, പിന്നെ നന്നായി ചിത്രം വരയ്ക്കും. ഈ നാട്ടിലെ ചെറുപ്പക്കാർ പെൺകുട്ടിയെ മുഴുവൻ തിരുവാതിരക്കളി പറഞ്ഞു കൊടുത്തത് മംഗലമ്യ. തിരുവാതിരക്കളിന്റെ ആശാട്ടിയായിരുന്നു. ഈ വിവരമൊന്നും ഞാൻ അറിയില്ല കേട്ടോ. ഇപ്പോൾ ഈ പിന്നെ കാലഘട്ടത്തിൽ മുപ്പത്തിന്ന് ഒന്ന് പത്തി മടക്കി വെച്ചതാ. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷമായിരിക്കും അമ്മ പിന്നെ ഇതിലേക്ക് ഇറങ്ങിയത്, അങ്ങനെ എനിക്ക് തോന്നുന്നു. അമ്മ വരയ്ക്കും എന്നൊക്കെ ഉള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നിനക്കതൊരു പുതുമയായിരിക്കും. ഈ ചുക്കില്ലാത്ത കഷായില്ല എന്ന് പറഞ്ഞ പോലെ അങ്കലിയമില്ലാത്ത പരിപാടി ഉണ്ടാവില്ല ഇവിടെ. അതൊക്കെ രണ്ടാമത് ഇപ്പൊ ഇങ്ങനെ പൊടിച്ചിട്ട് എടുക്കുകയാണ്. എടുത്തോട്ടെ, നടക്കട്ടെ. ഏതായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടല്ലോ. ഓ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതെന്ത് കാര്യം എന്നോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. രവീന്ദ്രയുടെ കൊടുത്താ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആളാരാ അറിയുമോ? ഇവിടുത്തെ പഴയൊരു കലാകാരനാ. മനസ്സിലായില്ലേ? ഞങ്ങളാ കുറേ നാടകം കളിച്ചതാ. കുറേ നാടകം കളിച്ച ഞങ്ങളൊക്കെ. ഗായിക അവിടെയുള്ളത് ഇതാ ഒരാള് കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. സുകുമാര, ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ പോലും ഇങ്ങനത്തെ ഒരു പാട്ട് കേട്ടില്ലേ സുകുമാര? എന്ത് രസമാണ്. നല്ല എന്താ പറയുക, നല്ല കോമഡി ഉള്ള. ഇപ്പം പറയില്ലേ, കുട്ടികളൊക്കെ പറയില്ലേ കോമഡി, അതേപോലെ നല്ല കോമഡി ഉള്ള ഒരു പാട്ടാ. ഇതൊന്ന് കേട്ടു നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയട്ടോ. സുകുമാര, ഇപ്പൊ പണ്ടത്തെ പോലെ കൂറ്റൊന്നും ശരിയാവില്ലേ സുകുമാര? ഞാൻ പാടട്ടെ. ചോറും തിന്നുറങ്ങി ഞാൻ പേരും കൂർക്കം വലിക്കുമ്പോൾ കൂറ വന്നാതാ കാതിൽ പാറീതീരെ മാറുന്നില്ലല്ലോ പടച്ചോനെ ശരം പോലെ തലച്ചോറിലേക്കതു മണ്ടിക്കേറി. തൂശിക്കോലെടുത്ത് ഞാൻ ചെവി കുത്തി തുയഞ്ഞ് മോചനം ലഭിക്കാതെ പറക്കൂറ നുയഞ്ഞ് നാടിയും ഞരമ്പുകൾ കയ്യും കാലും കൂയഞ്ഞ് യക്കൂറ കൂറാക്കി കിരികിരികിരി കാതിനകത്ത് യാ റഹീം. എൻ്റെ കൂട്ടുകാരത് കണ്ടു നടുങ്ങി, നാട്ടുകാരുടെ കൽബുകലങ്ങി. കൂറെ പുന്നാരക്കുട്ടിക്കൂറെ ചെവിട്ടുന്നൊന്ന് മാറ്, നൽകാം വിളമ്പി നല്ലൊരു പായസ കഞ്ഞി നിനക്ക്. മെല്ലെ ഇറങ്ങി വെളിക്ക് കിടക്ക്. ചോറും തിന്നുറങ്ങി ഞാൻ പേരും കുറുക്കം വലിക്കുമ്പോൾ ഊറ വന്നതാ കാതിൽ പാറീതീരെ മാറുന്നില്ലല്ലോ പടച്ചോനെ ശരം പോലെ തലച്ചോറിലേക്കതു മണ്ടിക്കേറി. ആരോ പറഞ്ഞു വേഗം ഷീക്കിൽ പോണം പുറത്താക്കാൻ, നേരം വെളുക്കുന്നെങ്ങിനാണല്ല. ആക്കത്തിൽ വരുത്തെല്ലാം കടിച്ചു കൊണ്ടമർത്തി സീക്കിൻ്റെ അവുത്ത് ഞാൻ പറക്കൂറ പുറത്ത്. വാക്കില്ല പറയുവാൻ ദല സാറോട് എനിക്ക്, തിക്കളി കളിച്ചിതാ കുളിച്ചെത്തിക്കരക്കി. കൂറ കൂറാകിക്കിരിയൊച്ച നിരച്ചു യാ റഹീം. എൻ്റെ കൂട്ടുകാരുടെ വേദനയെല്ലാം നാട്ടുകാരുടെ രോദനമെല്ലാം മാറി. അൽഹംദുലില്ലാ. കൃഷ്ണ ഗുരുവായൂരപ്പ. എങ്ങനെയുണ്ട് സുകുമാര?
എന്താ അങ്ങനെ കൃഷ്ണകുലാരും പറഞ്ഞത്? അല്ല സുകുമാര, ഇപ്പൊ കൃഷ്ണന്റെ ഫോട്ടോ ഒക്കെ വരച്ചിട്ട് കണ്ടില്ല ഒരു താത്ത പൈസ ഒക്കെ ഉണ്ടാക്കണ്. ഇപ്പൊ മനസ്സിലായില്ലേ നങ്ങേലും നേരാന്ന്? സുകുമാരേട്ടാ സൂപ്പർ. ആദ്യമായിട്ടാണ് അമ്മ പാടുന്നത് കേൾക്കുന്നത്. സമ്മതിച്ചു. പാട്ട്